എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ ഇരിക്കുന്നത് എവിടെയെന്നറിയോ? നമ്മുടെ അമ്പതിരുന്നാളിൻ്റെ നാട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അമ്പതിരുന്നാളുകളുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ജീവിതം ആഘോഷമാക്കി ഉത്സവമാക്കി അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന കുറ്റിക്കാടിൻ്റെ ഏറ്റവും തിരുസന്നിധിയായിട്ടുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻ ഫൊറോന ചർച്ചിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്കണത്തിൽ ഇതിൻ്റെ പിറകിൽ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ടാകും. അവർ നോക്കിയാൽ അവരിയ്ക്കണ ഇരിപ്പോക്ക് അവർ പവലയിലാണ് ഇരിക്കണം. പവലയും കെട്ടിയേക്കുക. എന്താ സംഭവം എന്നറിയാം? അമ്പതിരുന്നാളിൻ്റെ നാടായ കുറ്റിക്കാട് കമ്പക്കയറിൽ കൊമ്പന്മാർ കൊമ്പ് കോർക്കുന്ന യമണ്ടൻ വടംവലി മത്സരത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കിടിലം പരിപാടിയാണ്. ഇത് നടത്തുന്ന സംഘാടകരെ പറ്റിയിട്ട് ഞാൻ ചെറിയ വാക്ക് തുടങ്ങി വയ്ക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ ഇവർ പറയും. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലെ അലുമിനിയും അതുപോലെ തന്നെ കാസ് എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റും, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് UAE ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റിക്കാട് ഹൈസ്കൂളിൽ പഠിച്ചു പോയിട്ടുള്ള ആളുകളെല്ലാം ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അവർ ഈ പറയുന്ന ഓണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പരിപാടികൾ നടത്തണമെന്ന് നോക്കിയിരിക്കുമ്പോഴാണ് കുറ്റിക്കാട് അമ്പതിരുന്നാൾ മാത്രമല്ല ആഘോഷമാക്കാൻ പോണേ, ഈ നാടിനൊന്ന് അടിച്ചു പൊളിച്ചൊന്ന് തിമിർപ്പിലാക്കണം. അതിന് ഏറ്റവും പറ്റിയ പരിപാടി എന്ന് പറയുന്നത് വടംവലിയാണ്. കൊമ്പന്മാരായ ടീമുകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് കമ്പക്കയറിൽ കൊമ്പ് കോർക്കുന്ന യമണ്ടൻ വടംവലി മത്സരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ സംഘാടകരാണ് എൻ്റെ ഈ പിറകിലിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. മുഴുവൻ ചാലക്കുടിക്കാരും കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ഫൊറോന ദേവാലയത്തിൻ്റെ ഈ അങ്കണത്തിലേക്ക് ഒഴുകി വരൂ. ബാക്കി കാര്യങ്ങൾ ഇവരോട് ചോദിക്കാം. അടലാടിയ പോർക്കളത്തിലെ കനലെരിയാത്ത കണക്ക് പുസ്തകങ്ങൾ പൊടിതട്ടിയെടുത്ത് വീറും വാശിയും കൈവിടാതെ പോരടിച്ച് ചകിരിനാരിനാൽ പിരിച്ചെടുത്ത പൊൻവടത്തിൽ പൊരുതി വീണ് പടർക്കളം പിടിച്ചെടുക്കാൻ പാഞ്ഞെടുക്കുന്ന പടയാളികൾ, തന്ത്രങ്ങൾ നെയ്തെടുത്ത് കണങ്കാലുകളിൽ കളം നിറയുന്ന വടംവലിയുടെ കളിവീര്യമായി കൈക്കരുത്തിൻ്റെ മൂർത്തിരൂപങ്ങളായ എണ്ണം പറഞ്ഞ താരപ്രജാപതികൾ. അമ്പ് തിരുനാളിൻ്റെ നാടായ കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ഫൊറോന ദേവാലയാങ്കണത്തിൽ ഒരുക്കിയ വടംവലി കോർട്ടിലേക്ക് ഇന്ന് 5:30 ലാൻഡ് ചെയ്യുകയാണ്. കാസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരുക്കുന്ന ഗംഭീര വടംവലി മത്സരം. വിവിധ ജില്ലകളിൽ നിന്നുള്ള കൊമ്പന്മാരായ ടീമുകൾ. വലിയടാ വലി. 25,000 രൂപയും ട്രോഫിയും അടങ്ങുന്ന ഒന്നാം സമ്മാനം മുതൽ 16 സമ്മാനങ്ങളടങ്ങുന്ന ഗംഭീര വടംവലി ഇന്ന് 5:30 കുറ്റിക്കാട് ഫൊറോന ദേവാലയാങ്കണത്തിൽ അരങ്ങേറുന്നു. ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയങ്ങൾക്കും അപ്പുറമായി നാടിൻ്റെ ഒരുമയ്ക്കും നന്മയ്ക്കുമായി ഒരുമിച്ച് ചേരുന്ന സംഘാടകർ. അതെ, കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൻ്റെ അലൂമിനിയായ കാസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരുക്കുന്ന ഗംഭീര വടംവലി. അടിച്ച് കയറി വാ ചേട്ടന്മാരെ കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ഫൊറോന ദേവാലയാങ്കണത്തിലേക്ക് ഇന്ന് 5:30 കൊമ്പന്മാർ കമ്പക്കയറിൽ കൊമ്പ് കോർക്കുന്ന ഗംഭീര വടംവലി. വാ മക്കളെ വാ. തീർച്ചയായിട്ടും എൻ്റെ അറിവിൽ കുറ്റിക്കാട് പ്രദേശത്ത് ഈ അടുത്ത പരിസരത്ത് വെച്ചിട്ട് ഇത്രയും വലിയൊരു വടംവലി മത്സരം ആദ്യമായിട്ടാണ് നടത്തുന്നത്. ഞങ്ങൾ ഓണാഘോഷത്തോടനുബന്ധിച്ച് എന്തെങ്കിലും നല്ലൊരു പരിപാടി നടത്തണമെന്നൊരു ആശയം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു വടംവലി മത്സരം എന്നൊരാശയം ഞങ്ങളുടെ മനസ്സിൽ ഉദിച്ചത്. തുടക്കത്തിൽ വളരെ സിമ്പിളാണെന്ന് കരുതി തുടങ്ങിയെങ്കിലും കഴിഞ്ഞ 4 മാസക്കാലമായിട്ട് ഇതിൻ്റെ പിന്നിൽ ഈ കാണുന്ന കമ്മിറ്റി അംഗങ്ങളും ഞങ്ങളുടെ മറ്റ് അംഗങ്ങളും എല്ലാവരും അഹോരാത്രം പ്രയത്നിക്കുകയാണ്. ഇതിൻ്റെ ഓരോ പ്രവർത്തനത്തിനും ഇതിൻ്റെ സ്പോൺസേഴ്സ്, അതുപോലെ ഇതിൻ്റെ ബാനർ വയ്ക്കൽ, ഫ്ലെക്സ് വയ്ക്കൽ എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു. ഞങ്ങളുടെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഏകദേശം ഒരു 5,000 പേരോളം നാളെ ഇവിടെ എത്തിച്ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ കാണുവാനും ആസ്വദിക്കാനും തക്ക രീതിയിലാണ് ഞങ്ങളിവിടെ സജ്ജീകരണം ഒരുക്കിയിട്ടുള്ളത്. ഫാമിലി ആയിട്ട് വരുന്നവർക്ക് അതിനുവേണ്ടി സെപ്പറേറ്റ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഗാലറി, ഞങ്ങൾ ഇരിക്കുന്ന ഗാലറി അത് ഞങ്ങൾ കാണികൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാനായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഗാലറി ഇട്ടിരിക്കുന്നത്. അതുപോലെ ചെയർ എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ പരിപാടിയിൽ വന്ന് ഈ പരിപാടി നല്ല രീതിയിൽ ആസ്വദിച്ച് വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ 5:30 രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞ് 6 മണിക്ക് വടംവലി സ്റ്റാർട്ട് ചെയ്യും. പരമാവധി നേരത്തെ അവസാനിപ്പിക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏകദേശം ഒരു 40 ടീം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത്. ഇപ്പോൾ തന്നെ ഒരു 25 ടീം ഓൾറെഡി സ്പോൺസർമാരുള്ള ടീമുകളുണ്ട്. പിന്നെ നാളെ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ട്. 5:30 സ്പോട്ട് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഈ കാസ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഏകദേശം എത്രത്തോളം പേരുണ്ട്? ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു? ഞങ്ങളുടെ ഇപ്പോൾ ലൈഫ് ടൈം മെമ്പേഴ്സ് ഒരു 200 പേരോളുണ്ട്. പിന്നെ ഞങ്ങളുടെ മറ്റു അംഗങ്ങൾ ഒരു 250 പേരോളം ഇപ്പോൾ നിലവിൽ ഞങ്ങളുടെ അംഗങ്ങളായിട്ടുണ്ട്. കേരളത്തിലെ
മുഴുവൻ ജില്ലയിൽ നിന്നുള്ള ചാമ്പ്യൻ ടീമുകളാണ് നമ്മളിവിടെ പങ്കെടുപ്പിക്കുക. അവരെയെല്ലാം നമ്മൾ സ്പോൺസർ ചെയ്ത് ഇവിടെ എത്തിക്കുകയാണ്. ചാമ്പ്യൻ ടീമുകൾ എന്ന് പറയുമ്പോൾ വയനാട്, നമുക്കറിയാം കഴിഞ്ഞ ഡിസാസ്റ്ററിൽ വന്നിട്ടുള്ള വയനാട്ടിൽ നിന്ന് തന്നെ നമുക്ക് 2 ടീമുകൾ വരുന്നുണ്ട്. അവിടുത്തെ തണ്ടർ ബോയ്സ് മീനങ്ങാടി എന്ന് പറയുന്ന ടീമുകൾ തുടങ്ങി കോഴിക്കോടിൻ്റെ ചാമ്പ്യന്മാർ, അതുപോലെ തന്നെ പാലക്കാടിൻ്റെ ചാമ്പ്യന്മാർ, തൃശ്ശൂരിൻ്റെ ചാമ്പ്യന്മാർ, എറണാകുളം, കോട്ടയം, ഇടുക്കി, വടംവലിയുമായി ബന്ധപ്പെട്ട എല്ലാ ജില്ലകളിൽ നിന്നുള്ള ചാമ്പ്യൻ ടീമുകൾ അണിനിരത്തിക്കൊണ്ടിട്ടുള്ള ഒരു മത്സരമാണ്. ഇപ്പോൾ ഇവിടെ നേരത്തെ നമ്മുടെ കാസിൻ്റെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇത് കുറ്റിക്കാടിൻ്റെ അല്ലെങ്കിൽ ചാലക്കുടിയിലെ ഒരു മികച്ച സംഘാടകനാവാനല്ല ഇപ്പോൾ ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങൾ കേരളത്തിൽ തന്നെ നമ്പർ 1 സംഘാടകനായിട്ട് മത്സരിക്കാനായിട്ടാണ് ഞങ്ങൾ തീരുമാനിക്കുക. കാരണം ഈ വർഷം മാത്രമല്ല, ഈ വർഷം ഇവിടുത്തെ എല്ലാ പരിപാടികളും വിജയിച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം അത് കഴിഞ്ഞിട്ടുള്ള വർഷങ്ങളിൽ നമ്മളിത് കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുക. പിന്നെ ഇത് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ബെന്നി ബെഹനാനാണ്. പിന്നെ അത് കൂടാതെ MLA പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് നമുക്ക് ഈ സൗകര്യം ഒരുക്കി തന്ന സ്കൂളിൻ്റെ മാനേജറായിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ വികാരി അച്ഛനാണ്. കൂടാതെ നമ്മുടെ ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം ഈ നമ്മുടെ കുറ്റിക്കാട് സ്കൂളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അലുമിനി അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഈ അലുമിനി അസോസിയേഷൻ മാത്രമല്ല, മറ്റ് അലുമിനി അസോസിയേഷനുകളും പല ബാച്ച് അസോസിയേഷനുകളും ഞങ്ങളുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ പ്രോഗ്രാം നമുക്കിവിടെ സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചത്. ഇതൊരു സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ്. ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, എനിക്ക് തോന്നുന്നു ഏഷ്യയിൽ തന്നെ ഇങ്ങനത്തെ ഒരേ ഒരു സംഘടന ഉള്ളെന്നാണ് ഞങ്ങളുടെ അറിവ്. കാരണം സ്കൂൾ സംഘടന, കാരണം അത് +2 ലെവലിലേക്ക് പോയില്ല, ഹയർ സെക്കൻഡറിയിലേക്ക് പോയിട്ടില്ല, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അപ് ടു 10th. അങ്ങനെ ഒരു സംഘടന UAE വിദേശത്താണ് അത് രൂപം കൊണ്ടത്. അത് തുടങ്ങിയപ്പോൾ തന്നെ പലരും പറഞ്ഞു മരുഭൂമിയിലെ മരം പോലെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് വാടി പോകുന്നതാണ്. അതിൻ്റെ ഇനാഗ്രേഷൻ സമയത്ത് അന്നത്തെ അവിടുത്തെ ഒരു അഡ്വക്കേറ്റ് ഞങ്ങളുടെ ഗസ്റ്റായിരുന്ന ആൾ പറഞ്ഞത്. പക്ഷേ ഞങ്ങളതിന് വെള്ളം ഒഴിച്ചു, പരിപാലിച്ചു, അതിന് ബ്രാഞ്ചുകളുണ്ടായി. ആദ്യത്തെ ബ്രാഞ്ച് ഇവിടെ കുറ്റിക്കാട്ട് തന്നെ രജിസ്റ്റേർഡ് സംഘടനയായി. അപ്പോൾ വളരെ നല്ല രീതിയിൽ എല്ലാ അംഗങ്ങളുടെയും സഹകരണത്തോടു കൂടി, ആരോ പറഞ്ഞവർ എണ്ണയിട്ട യന്ത്രം പ്രവർത്തിക്കില്ല എന്ന പോലെയാണ് ഞങ്ങളുടെ ഇതിലെ അംഗങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഘടന വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇതിൽ ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് ഒരു പ്രത്യേക നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഈ മീഡിയ ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഇത് ഈ ജനസമക്ഷം അറിയിക്കാനും കൂടി നിങ്ങൾ കാണിച്ച നല്ല മനസ്സിന് ഞങ്ങൾ ഒരുപാട് നന്ദി. കുറ്റിക്കാട് പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അമ്പതിരുന്നാളും പള്ളിയും അതുപോലെ തന്നെ മറ്റൊരു വൈകാരികമായ ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്നതാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ. ഈ ഹൈസ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളെല്ലാം ചേർന്ന്, പഴയ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം ചേർന്ന്, അതും പ്രവാസികളായ UAE യിൽ ജോലി ചെയ്യുന്നവർ സംഘടന രൂപീകരിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല അത് മറ്റേതെങ്കിലും സ്ഥലത്തുണ്ടോയെന്ന് ഭാരവാഹി പറഞ്ഞ പോലെ. എന്തായിരുന്നാലും ഈ പള്ളിയും സ്കൂളുമെല്ലാം വൈകാരികമായിട്ട് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന കുറ്റിക്കാടുകാർ ഈ തിരുമുറ്റത്ത് തന്നെ ഒരു വലിയ മഹോത്സവം സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ ചാലക്കുടിക്കാരെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, 5 മണി കഴിഞ്ഞാൽ എല്ലാ ചാലക്കുടിക്കാരും വരിക, കുറ്റിക്കാട് പള്ളി അങ്കണത്തിലേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് കാണാം കൊമ്പന്മാർ കമ്പക്കയറിൽ കൊമ്പ് കോർക്കുന്ന വലിയ മനോഹരമായിട്ടുള്ള വർണ്ണക്കാഴ്ചയിലേക്ക് നിങ്ങളേവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്.